എറണാകുളം ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈറേഞ്ചിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന പ്രധാന വ്യാപാര വിദ്യാഭ്യാസ കേന്ദ്രമായ കോതമംഗലം മണ്ഡലത്തിൻ്റെ വികസന കാഴ്ചകളാണ് ഇനി ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മണ്ഡലം നേടിയെടുത്തത് അഭൂതപൂർവമായ വളർച്ചയാണ്. കേരളത്തിൽ എല്ലായിടത്തുമെന്ന പോലെ തന്നെ കോതമംഗലവും വലിയ വികസന മുന്നേറ്റമാണ് ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ സാധ്യമാക്കിയത്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അടക്കം ആരും നടപ്പാക്കാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന വലിയ വൻകിട വികസന പദ്ധതികൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കിഫ്ബി എന്ന സംവിധാനം പലപ്പോഴും കിഫ്ബിയെ തകർക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലടക്കം സമഗ്രമായ, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ആരും നടപ്പാക്കാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന വലിയ വൻകിട വികസന പദ്ധതികൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിഫ്ബി നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ആഗ്രഹം കൂടിയായി ആ നിലയിൽ ഇന്ന് മാറിയിരിക്കുകയാണ്. മണ്ഡലത്തിന്റെ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് കഴിഞ്ഞ ഏതാനും വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിരവധി റോഡുകളുടെ നിർമ്മാണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. പാലമുടി കോട്ടപ്പടി ഊരാംകുടി റോഡ് വികസനത്തിനായി 22.66 കോടി രൂപയാണ് ചിലവഴിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകൾക്ക് പുറമെ തങ്ങളം, കാക്കനാട്, നാലുവരിപ്പാത, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്ക് തന്നെ വലിയൊരു വികസന സാധ്യതയുള്ള പദ്ധതിക്കും ടൂറിസം മേഖലകളിലടക്കം നിരവധി മേഖലകളിൽ വികസനം ഒരുക്കുന്നു. കാക്കനാടുമായി ബന്ധപ്പെടുന്ന ഒരു പാത എന്ന നിലയിൽ IT വികസനമടക്കമുള്ള വലിയ വികസന സാധ്യതാ പദ്ധതി, നിലവിലുള്ള ആലുവ മുതൽ കോതമംഗലം വരെ വരുന്ന ആലുവ-മൂന്നാർ റോഡ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി 4 വരി പാതയായി വികസിപ്പിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ അടക്കം ഇപ്പോൾ പദ്ധതി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേയുടെ വികസനം ഗ്രാമീണ മേഖലയിൽ 8 പഞ്ചായത്തിലും നഗരസഭയിലും റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റി തീർക്കുന്നതിലും കിഫ്ബി ഫണ്ട് വഴി സാധിച്ചു. ഇവിടെ കോതമംഗലത്തെ സംബന്ധിച്ചാണെങ്കിൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ്. ഇടുക്കി ജില്ലയോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതോടൊപ്പം തന്നെ നിരവധി ആദിവാസി നഗറുകളടക്കമുള്ള ഏറെ വിസ്തൃതമായൊരു മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിരവധി റോഡുകളുടെ നിർമ്മാണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓരോ റോഡിൻ്റെയും പേര് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല. $8 കോടി ചെലവിൽ നിരവധി വിദ്യാലയങ്ങളായ പല്ലാരിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുവട്ടൂർ സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങൾക്ക് സാമ്പത്തിക സഹായത്തോടുകൂടി മികവിന്റെ കേന്ദ്രങ്ങളായി മാറാൻ സാധിച്ചു.
നിരവധി വിദ്യാലയങ്ങൾ ഇപ്പോൾ പല്ലാരിമംഗലം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ചെറുവട്ടൂർ സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങൾ കിഫ്ബി സാമ്പത്തിക സഹായത്തോടു കൂടി ഇന്നിപ്പോൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോതമംഗലത്തെ ആതുരാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കോതമംഗലം താലൂക്ക് ആശുപത്രി ഈ ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ദിവസേന ഏതാണ്ട് 1500ഓളം വരുന്ന ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആ ആശുപത്രിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ കാണേണ്ടത് ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികൾ പോലെയല്ല, ആദിവാസി സമൂഹമടക്കം ചികിത്സയ്ക്കായി എത്തുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കേണ്ടത് തീർച്ചയായിട്ടും ജനപ്രതിനിധികളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി സാമ്പത്തിക സഹായം 12 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു വലിയ വികസന പദ്ധതികളാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പണി ഏതാണ്ട് 50% ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി മേഖലകൾക്കകത്ത് ഇവിടെ നമ്മുടെ റോഡ്, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, അതോടൊപ്പം തന്നെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതമംഗലം സബ്സ്റ്റേഷൻ്റെ അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് പൂർത്തീകരിച്ചിരുന്നു. അതുൾപ്പെടെ നിരവധി പദ്ധതികളാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈദ്യുതി മേഖലയിൽ കോതമംഗലത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ടൂറിസം ഉൾപ്പെടെയുള്ള സമഗ്രമായ എല്ലാ മേഖലയും സ്പർശിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി ഈ കോതമംഗലം മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കോതമംഗലത്തെ ആതുരാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് 12 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടത്തുന്നത്. ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണിത്. ദിവസേന 1500ഓളം വരുന്ന ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണിത്. വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതമംഗലം സബ്സ്റ്റേഷന്റെ പ്രസരണ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തിക്കായി 141.54 കോടി രൂപ ചെലവഴിച്ചു. സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനത്തിന് 1.52 കോടി രൂപയും കേരള ജലവിഭവ വകുപ്പിന് 17.70 കോടി രൂപ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് സാധ്യമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിലുള്ള വലിയ വികസന മുന്നേറ്റം സാധ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് കിഫ്ബി നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ ഒരു പൊതുവായ ആവശ്യമാണ്. നാടിൻ്റെ നന്മയെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ, വളർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ അവരെല്ലാം രാഷ്ട്രീയത്തിനതീതമായി കിഫ്ബിയോടൊപ്പം നിൽക്കണം. അതിനെ ആ ഒരു സംവിധാനത്തെ ഇല്ലാതാക്കിയാൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലുള്ള എൻ്റെ മണ്ഡലത്തിലടക്കം കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ പ്രവർത്തന പദത്തിലാണ്. ഇതെല്ലാം നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ തീർച്ചയായിട്ടും പൊതുസമൂഹമാകെ
കിഫ്ബിയോടൊപ്പം കേരള ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വികസന പാതയിൽ കോതമംഗലം അതിവേഗം മുന്നേറുന്ന കാഴ്ചയ്ക്കാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. മാറുന്ന കേരളത്തിനൊപ്പം കോതമംഗലവും കുതിപ്പ് തുടരുകയാണ്. കോട്ടയം ജില്ലയുടെ അതിർത്തി പ്രദേശമായ പിറവത്തിന് ചരിത്രപരമായും പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് ഇവിടെ വികസനത്തിൻ്റെ പാതകൾ തുറക്കുന്നതും. പിറവത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. മെച്ചപ്പെട്ട വികസനത്തിലൂടെ നാടിന്റെയും ജനതയുടെയും പ്രതീക്ഷകൾക്കൊത്ത് പിറവം ഉയരുകയാണ്. മൂവാറ്റുപുഴ ആറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പിറവത്ത് പശ്ചാത്തല സൗകര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ മുന്നേറ്റങ്ങളും എടുത്തു പറയേണ്ട വിഷയങ്ങളാണ്. കൂത്താട്ടുകുളം ആശുപത്രി വികസനത്തിലൂടെ ആതുര സേവന രംഗത്ത് ഏറെ മുന്നേറുവാൻ കഴിഞ്ഞത് ശ്രദ്ധേയമാണ്. 1.69 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആശുപത്രി വികസനം സാധ്യമാക്കിയത്. ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കുവാൻ കഴിഞ്ഞതും മുതൽക്കൂട്ടായി മാറി. വിദ്യാഭ്യാസ രംഗത്തിന്റെ മുന്നേറ്റം ലക്ഷ്യമാക്കി മണിമലക്കുന്ന് TM ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിനായി 6 കോടി രൂപയാണ് വകയിരുത്തിയത്. വിജ്ഞാനത്തിലൂടെ യുവതലമുറയെ കൈപിടിച്ച് നടത്താൻ ഈ പദ്ധതിയിലൂടെ കഴിയുമെന്നത് പ്രതീക്ഷാ നിർഭരമാവുകയാണ്. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പിറവം മാമല റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 11.81 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ബൃഹത് പദ്ധതി യാഥാർത്ഥ്യമായതോടെ പിറവത്തിന്റെ മണ്ണിൽ വികസനത്തിന്റെ വേലിയേറ്റങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്.
പിറവം പാഴൂർ ബൈപ്പാസ്, എക്സൈസ് കടവ് പാലം എന്നീ പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമായാൽ വികസനത്തിന്റെ മുന്നേറ്റമുണ്ടാകുമെന്ന് മണ്ഡലം MLA ശ്രീ അനൂപ് ജേക്കബ് ചൂണ്ടിക്കാട്ടി. പിറവം നിയോജകമണ്ഡലത്തിൽ കിഫ്ബിയുടെ 2 ഓൺഗോയിങ് പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന് കൂത്താട്ടോളം ആശുപത്രിയിലെ ഐസൊലേഷൻ സെൻറ്ററും 2 TM ജേക്കബ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്നിലെ പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണവും. ഈ 2 പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗതിയിൽ നിലകൊള്ളുന്നത്. അതിൻ്റെ അകത്ത് ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണം അത് ഏകദേശം പൂർത്തിയായി അത് റണ്ണിങ് സ്റ്റേജിലേക്ക് എത്തി. ഇപ്പോൾ ഓൺഗോയിങ് 2 വർക്കുകളും തെറ്റില്ലാത്ത നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ TM ജേക്കബ് ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്ന് അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഇപ്പോൾ ആ ഫണ്ട് വളരെ ഫലപ്രദമായ നിലയിൽ ഇന്ന് നീങ്ങുകയാണ്. അത് തീർച്ചയായിട്ടും അത് പൂർത്തിയാകുമ്പോൾ അത് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ കടന്നു വരാൻ പോവുകയാണ്. പിന്നീട് ഇവിടെ പൂർത്തിയായ ഒരു റോഡ് അത് പിറവം മാമല റോഡാണ്. അത് നേരത്തെ പൂർത്തിയായതാണ്. എനിക്ക് തോന്നുന്നത് അത് ഏകദേശം 3 വർഷം മുമ്പ് ആ റോഡ് കംപ്ലീറ്റ്ലി അത് പൂർത്തിയായി സഞ്ചാരയോഗ്യമാക്കുവാൻ കഴിഞ്ഞിരുന്നു. പിറവത്തിൻ്റെ പ്രതീക്ഷകൾക്കൊത്തുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെയും ജനങ്ങളുടെയും അഭിലാഷങ്ങൾക്ക് അനുസൃതമായി.